ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും നമസ്കാരം. ഇനി ശ്രീ കാമകലാവിലാസത്തിലെ അടുത്ത ശ്ലോകം 11ാമത്തെ ശ്ലോകം നോക്കാം. ബിന്ദുദ്വിതയം യദ്വത് ഭേദവിഹീനം പരസ്പരം തദ്വത് വിദ്യാദൈവതയോരപി ന ഭേദലേശോസ്തി വേദ്യവേദകയോഃ. ന ഭേദലേശോ അസ്തി വേദ്യവേദകയോഃ. അപ്പോൾ അർത്ഥം നോക്കാം. യദ്വത് ഏതു പ്രകാരം ബിന്ദുദ്വിതയം രക്ത ശുക്ല സ്വരൂപമായുള്ള രണ്ട് ബിന്ദുക്കളും ശിവബിന്ദു ശക്തിബിന്ദു എന്നീ രണ്ട് ബിന്ദുക്കളും പരസ്പരം ഭേദവിഹീനം ഒന്നിനോടൊന്ന് ഭേദമില്ലാത്തവയായി ഇരിക്കുന്നുവോ തദ്വത് അപ്രകാരം വിദ്യാ ദൈവതയോഹോ വിദ്യയ്ക്കും ദേവതയ്ക്കും തമ്മിലും അതുപോലെ തന്നെ വേദ്യ വേദകയോഹോ അപി അറിയപ്പെടേണ്ടതായ ആ മന്ത്രദേവതയ്ക്കും അറിയുന്നവനായ ഉപാസകനും തമ്മിലും, ഉപാസകൻ എന്ന് പറയുമ്പോഴൊക്കെ ഉപാസികയും കൂടി ഉൾപ്പെടുന്നു എന്നത് മനസ്സിലാക്കണം. ഭേദലേശഃ അപി ന അസ്തി ലവലേശം ഭേദമില്ല, വ്യത്യാസമില്ല. ദേവതയുടെ സ്ത്രീലിംഗനാമത്തിലുള്ള മന്ത്രം എന്നതുകൊണ്ടാണ് വിദ്യ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ശ്രീവിദ്യാ മന്ത്രങ്ങളെ തന്നെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതായത് എങ്ങനെ ശിവശക്തികൾ തമ്മിൽ ഭേദമില്ലയോ അതുപോലെ മന്ത്രത്തിനും മന്ത്രദേവതയ്ക്കും ഉപാസകനും തമ്മിലും യാതൊരു ഭേദവുമില്ല, യാതൊരു അന്തരമോ അസമാനതയോ ഇല്ല എന്ന് സാരം. സർവേ വർണ്ണാത്മക മന്ത്ര വർണ്ണ ശക്തിയാത്മക സ്മൃതാഃ ശക്തി തു മാതൃക പ്രോക്ത സാ ജ്ഞേയ തു ശിവാത്മിക. എല്ലാ മന്ത്രങ്ങളും അക്ഷരങ്ങളെ ഉൾക്കൊണ്ടിട്ടുള്ളവയാണ്. അക്ഷരങ്ങൾ മാതൃകകൾ ആയതുകൊണ്ട് ശക്തി സ്വരൂപങ്ങളാണ്. അവ ശിവസ്വരൂപങ്ങളായിട്ടുമാണ് അറിയപ്പെടുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നു. മാതൃകാദേവികളാണ് മന്ത്രത്തിലെ ഓരോ അക്ഷരങ്ങളും. അക്ഷരങ്ങൾ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ഭാഷയിലെ ലിപി രൂപത്തെ അല്ല ഉദ്ദേശിക്കുന്നത്, അക്ഷര ശബ്ദങ്ങളെയാണ്. അവയാണ് മാതൃകാദേവികൾ. അതാത് മന്ത്രദേവതയുടെ സ്വരൂപം മന്ത്രങ്ങളിൽ സ്ഥാപിക്കുന്നതും ഈ മാതൃകാദേവികൾ തന്നെയാണ്. യാ സാതു മാതൃകാദേവി പരാ തേജസ്സമന്വിത തയാ വ്യാപ്തം ജഗത് കൃഷ്ണം ആ ബ്രഹ്മ ഭുവനാന്തികം തത്രസ്ഥം തു സദാ ദേവി വ്യാപിത്വേന സുരാർച്ചിതേ. അതായത് സർവോത്തമ തേജസ്വരൂപിണികളാണ് ഈ മാതൃകാദേവികൾ. ബ്രഹ്മാവ് മുതൽ ഭൂമി വരെ പ്രപഞ്ചമാകെ സർവത്ര വ്യാപിച്ചിരിക്കുന്നതും ശബ്ദസ്വരൂപിണികളായ ഈ മാതൃകാദേവികൾ തന്നെയാണ്. ചിത് പ്രകാശമാകുന്ന തേജസ്സാണ് ഈ മാതൃകകളിൽ സദാ വ്യാപിച്ചിരിക്കുന്നത് എന്നും തന്ത്രസദ്ഭാവം എന്ന ഒരു പുരാതന ആഗമഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ മന്ത്രം, ദേവത, ഉപാസകൻ മൂവരും തമ്മിലുള്ള ഐക്യാനുസന്ധാനമാണ് മന്ത്രസാധനയുടെ പരമോന്നത ലക്ഷ്യം. ആ ഐക്യാനുസന്ധാനമാണ് ഇവിടെ ദ്യോതിപ്പിച്ചിരിക്കുന്നത്. ഈ ശ്ലോകത്തിന്റെ വിവരണം കാര്യമായിട്ട് കൂടുതലൊന്നും പറയാനില്ല. അതുകൊണ്ട് നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം. 12ാമത്തെ ശ്ലോകം. വാഗർത്ഥൗ നിത്യയുതൗ പരസ്പരം ശക്തി ശിവമയാ വേദൗ സൃഷ്ടിസ്ഥിതിലയഭേദൗ ത്രിധാ വിഭക്തൗ ത്രിബീജരൂപേണ. വാക് അർത്ഥൗ നിത്യയുതൗ പരസ്പരം ശക്തി ശിവമയൗ ഏതൗ. ശക്തി ശിവമയാ വേദൗ എന്നതിനെ ഇങ്ങനെ പിരിക്കണം, ശക്തി ശിവമയൗ ഏതൗ എന്ന്. സൃഷ്ടിസ്ഥിതി ലയ ഭേദൗ ത്രിധാ വിഭക്തൗ ത്രിബീജരൂപേണ. പദങ്ങളുടെ അർത്ഥം ഇങ്ങനെയാണ്. വാക് അർത്ഥൗ ശക്തി ശിവമയൗ ഏതൗ. ഈ പറഞ്ഞ ശബ്ദ അർത്ഥസ്വരൂപങ്ങളായ ശക്തി ശിവബിന്ദുക്കൾ ത്രിധാ വിഭക്തൗ 3 പ്രകാരങ്ങളായി വിഭജിക്കപ്പെട്ടവയായി സൃഷ്ടിസ്ഥിതി ലയ ഭേദൗ സൃഷ്ടി സ്ഥിതി ലയം ആകുന്ന ഭേദങ്ങളോട് കൂടിയവയായും ത്രിബീജരൂപേണ 3 ബീജങ്ങളുടെ ആകൃതിയിൽ പരസ്പരം നിത്യയുതൗ ഒന്നിനോടൊന്ന് നിത്യമായ താദാത്മ്യ സംബന്ധത്തോടു കൂടിയവയായും സ്ഥിതി ചെയ്യുന്നു.
ഇതാണ് ശ്ലോകത്തിൻ്റെ പദാർത്ഥം. വളരെ ലളിതമാണ് അർത്ഥം. അതായത് കഴിഞ്ഞ ശ്ലോകത്തിൽ ബിന്ദുദ്വിതയം എന്ന് പറഞ്ഞു. ആ ബിന്ദുദ്വിതയം ശബ്ദത്തിൻ്റെയും അർത്ഥത്തിൻ്റെയും സ്വരൂപങ്ങളായ ശക്തി ശിവം ആകുന്ന രണ്ട് ബിന്ദുക്കളാണ്. ഇവിടെ ഈ രണ്ട് ബിന്ദുക്കൾ എന്ന് പറയുമ്പോൾ ആദ്യം തുടക്കത്തിൽ വിവരിച്ചതായ കാമകലയുടെ രണ്ട് ബിന്ദുക്കൾ, കാമകലയാകുന്ന മിശ്രബിന്ദുവിനെ സൃഷ്ടിക്കുന്ന രക്തശുക്ല ബിന്ദുക്കളെ അല്ല ഉദ്ദേശിക്കുന്നത്. ശബ്ദസൃഷ്ടിക്കും അർത്ഥസൃഷ്ടിക്കും കാരണമായിട്ടുള്ള രണ്ട് ബിന്ദുക്കൾ എന്ന അർത്ഥത്തിലാണ്. ഈ രണ്ട് ബിന്ദുക്കളും ശിവശക്തി ബിന്ദുക്കൾ തന്നെയാണ്. പക്ഷെ ഇവിടെ ആ ശിവശക്തി ബിന്ദുക്കളെ സൃഷ്ടിസ്ഥിതി ലയം എന്നീ മൂന്നിനെയും പ്രതിനിധീകരിക്കുന്ന മൂന്ന് ബീജങ്ങളുടെ രൂപത്തിൽ പരസ്പരം ബന്ധപ്പെട്ടവയായി സ്ഥിതി ചെയ്യുന്നു എന്ന് മറ്റൊരു അർത്ഥത്തിലാണ് മനസ്സിലാക്കേണ്ടത്. വാക്ക് അർത്ഥവും എന്ന് പറഞ്ഞാൽ വാക്കും അർത്ഥവും, അതായത് വാചകമായ ശബ്ദസൃഷ്ടിയും വാച്യമായ അർത്ഥസൃഷ്ടിയും. വാചകമായിട്ടുള്ള ശബ്ദസൃഷ്ടി എന്ന് പറയുന്നത് വർണ്ണ മന്ത്ര പദ അധ്വാക്കൾ. പിന്നെ വാച്യമയമായ നാമം കൊണ്ട് ഉണർത്തപ്പെടുന്ന രൂപമായ അർത്ഥസൃഷ്ടി കലാ തത്വ ഭുവന അധ്വാക്കൾ. ഇവ രണ്ടും, അതായത് ശബ്ദസൃഷ്ടിയും അർത്ഥസൃഷ്ടിയും ശക്തിയംശവും ശിവാംശവുമാണ്. ഗുണഗുണി സംബന്ധത്തെപ്പറ്റി നേരത്തെ പറഞ്ഞിരുന്നു. ഗുണം ശക്തിയാണെങ്കിൽ അതുള്ള ഗുണിയാണ് ശിവം. ധർമ്മം ശക്തിയാണെങ്കിൽ അതുള്ള ധർമ്മിയാണ് ശിവം. വർണ്ണമന്ത്ര പദ അധ്വാക്കൾ അഥവാ പശ്യന്തി മധ്യമ വൈഖരി എന്ന ശബ്ദസൃഷ്ടി ഗുണമാണ്. അതുകൊണ്ട് പരാസ്വരൂപവും ശക്തിസ്വരൂപവുമാണ് ശബ്ദസൃഷ്ടി. കലാതത്വ ഭുവന അധ്വാക്കളാകുന്ന അർത്ഥസൃഷ്ടി ഗുണിയുമാണ്. അതുകൊണ്ട് അർത്ഥസൃഷ്ടി ശിവരൂപവുമാണ്. കാരണം എന്താണ്? ശബ്ദമാകുന്ന ഗുണം കൊണ്ട് അറിയപ്പെടുന്ന ഗുണി ആണ് അർത്ഥം, അല്ലേ? നാമം ഗുണവും ആ നാമമുള്ള രൂപം ഗുണിയുമാണ്. അതുകൊണ്ട് നാമരൂപങ്ങളാകുന്ന പ്രപഞ്ചം ശിവശക്തിമയം ആണ് എന്ന് അർത്ഥം. അങ്ങനെയുള്ള ശിവശക്തിമയ പ്രപഞ്ചം സൃഷ്ടിസ്ഥിതി ലയമാകുന്ന മൂന്ന് അവസ്ഥയോട് കൂടിയതാണ്. അത് മൂന്ന് ബീജങ്ങളായി പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ പറഞ്ഞിട്ടുള്ള മൂന്ന് ബീജം എന്താണ്? വാമ, ജ്യേഷ്ഠ, രൗദ്രി സ്വരൂപങ്ങളായ മൂന്ന് ശക്തികൾ. ത്രികോണമായി ശ്രീചക്രത്തിലെ ബിന്ദുവിന് ശേഷമുള്ള മൂല ത്രികോണമായി വികസിക്കുന്ന മൂന്ന് ശക്തിസ്വരൂപങ്ങളാണ്. ഈ മൂന്ന് ബീജങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് അതാണ്. സൃഷ്ടി സ്ഥിതി ലയങ്ങളായിട്ടുള്ള മൂന്ന് രൂപത്തിൽ വരുന്നത്. അപ്പോൾ ശ്രീചക്രത്തിലെ ബിന്ദു കഴിഞ്ഞുള്ള അടുത്ത ഘട്ടം, ആ പ്രഥമ ത്രികോണമാണ് ഇവിടെ പ്രസ്താവിച്ചിരിക്കുന്നത്. സൃഷ്ടി സ്ഥിതി ലയ ഭേദൗ ത്രിബീജരൂപേണ ത്രിധാ വിഭക്തൗ എന്ന് പറഞ്ഞിട്ടുള്ളതിലെ മൂന്ന് ബിന്ദുക്കൾ ഇതാണ്. അതായത് അർത്ഥത്തിൻ്റെയും ശബ്ദത്തിൻ്റെയും സൃഷ്ടികളെ പ്രതിനിധീകരിക്കുന്ന ശിവശക്തി ബിന്ദുക്കൾ മൂന്ന് ബീജങ്ങളുടെ രൂപത്തിൽ എന്ന് വെച്ചാൽ ത്രികോണമായി രൂപം കൊണ്ട് പരസ്പരം സംബന്ധമുള്ളവയായി ഇരിക്കുന്നു. അപ്പോൾ അർത്ഥപ്രപഞ്ച രൂപത്തിൽ ശിവവും ശബ്ദപ്രപഞ്ച രൂപത്തിൽ ശക്തിയും ത്രികോണത്തിൽ അടങ്ങിയിരിക്കുന്നു എന്നതാണ്. അതാണ് നമ്മൾ ഇനി മനസ്സിലാക്കേണ്ടത്. ഇത് ശ്രദ്ധിക്കണം നന്നായിട്ട്. രമതേ സ്വയം അവ്യക്ത ത്രിപുരാഖ്യാതിമാഗത തത്വത്രയ വിനിർദിഷ്ട വർണ്ണശക്തി ത്രയാത്മിക എന്ന് നിത്യാഷോഡശികാർണവത്തിൽ പറഞ്ഞിട്ടുണ്ട്. തത്വത്രയ വിനിർദിഷ്ട, തത്വത്രയത്താൽ അറിയപ്പെടുന്നവൾ. എന്താണ് തത്വത്രയം? മായാന്തം ആത്മതത്വം വിദ്യാതത്വം സദാശിവാന്തം സ്യാത് ശക്തിശിവോ ശിവതത്വം തുരീയതത്വം സമഷ്ടിരേതാം. ഇത് ശ്രീ ഭാസ്കരരായർ സേതുബന്ധം വ്യാഖ്യാനത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. നിത്യാഷോഡശികാർണവത്തിൻ്റെ ഒരു വ്യാഖ്യാനമാണ് സേതുബന്ധം. അത് രചിച്ചിട്ടുള്ളത് ശ്രീ ഭാസ്കരരായറാണ്. ശ്രീ ഭാസ്കരരായരുടെ വചനമാണ് ഇത്. ശ്രീ ഭാസ്കരരായർ പറഞ്ഞിട്ടുള്ളതിൻ്റെ അർത്ഥം നോക്കാം. അർത്ഥസൃഷ്ടി ശിവാംശമാണ്, ശിവസ്വരൂപമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ 36 തത്വങ്ങളാണല്ലോ അർത്ഥസൃഷ്ടി. അർത്ഥസൃഷ്ടിയായ 36 തത്വങ്ങളെക്കുറിച്ച് നമ്മൾ വിസ്തരിച്ച് 3-ാം ഭാഗത്തിൽ 2-ാമത്തെ ശ്ലോകത്തിൻ്റെ വിവരണത്തിൽ മനസ്സിലാക്കിയതാണ്. ഈ 36 തത്വങ്ങളിൽ അവസാനത്തെ ഭൂമിയിൽ നിന്നും മുകളിലേക്കായി കണക്കാക്കുമ്പോൾ മായാതത്വം വരെ ആത്മതത്വം എന്ന് അറിയപ്പെടുന്നു.
മായാന്തം ആത്മതത്വം. അതായത് ഏറ്റവും ഒടുവിലത്തെ പഞ്ചഭൂതങ്ങൾ, അത് കഴിഞ്ഞാൽ പഞ്ചതന്മാത്രകൾ, പിന്നെ പഞ്ചജ്ഞാനേന്ദ്രിയങ്ങൾ, പഞ്ചകർമ്മേന്ദ്രിയങ്ങൾ, പിന്നെ മനസ്സ്, അഹങ്കാരം, ബുദ്ധി, അത് കഴിഞ്ഞാൽ പ്രകൃതി, പുരുഷൻ, പിന്നെ മായയുടെ 5 കഞ്ചുകങ്ങൾ, നിയതി, കാലം, രാഗം, വിദ്യ, കല എന്നീ 5 കഞ്ചുകങ്ങൾ, ഒടുവിൽ മായാ തത്വം വരെയുള്ള 31 റിവേഴ്സ് ഓർഡറിൽ കണക്കാക്കുന്ന 31 ആണ് ആത്മതത്വം. അശുദ്ധ സൃഷ്ടി അല്ലെങ്കിൽ അശുദ്ധ അധ്വ എന്ന് പറയപ്പെടുന്നതാണ് മായയിൽ നിന്നും താഴെയുള്ള ഈ 31 തത്വങ്ങൾ. ഇതിനെയാണ് ആത്മതത്വം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് വ്യാവഹാരിക തലത്തിലെ കൂടസ്ഥ ചൈതന്യമായ ജീവാത്മാവിനെ സംബന്ധിച്ചതും ജീവാത്മാവിനെ ബാധിക്കുന്നതുമായതുകൊണ്ട് മായാന്തം ആത്മതത്വം. പിന്നെ വിദ്യാതത്വം സദാശിവാന്തം സ്യാത്ത്. അതായത് ശുദ്ധവിദ്യാതത്വം, ഈശ്വരതത്വം, സദാശിവതത്വം എന്നീ 3 വിദ്യാതത്വമാണ്. ശിവതത്വങ്ങളാണ് ആദ്യത്തെ 2, ശക്തിതത്വവും ശിവതത്വവും. തുരീയതത്വം സമഷ്ടിരേതാം. ഇവയുടെ സമഷ്ടിയാണ് 4ാമത്തെ തത്വം. അങ്ങനെ ഒരു തത്വമില്ല, കാരണം അത് തത്വാതീതമാണ്. അത് തന്നെയാണ് അനുത്തര പദം. ഇതിനെക്കുറിച്ചും 2ാമത്തെ ഭാഗത്തിൽ 1-ാം ശ്ലോകത്തിന്റെ വിവരണത്തിൽ വിസ്തരിച്ച് പ്രസ്താവിച്ചിട്ടുള്ളതാണ്. സുശുദ്ധാവരണാദൂർധ്വം ശൈവമേകപുരം ഭവേത് ശിവാവൃതേർഊർധ്വമാഹുർ മോക്ഷാവരണ സംജ്ഞിതം. അതായത് 36 തത്വങ്ങളിൽ ശുദ്ധവിദ്യാ തത്വം വരെയുള്ള ശുദ്ധ സൃഷ്ടി അല്ലെങ്കിൽ ശുദ്ധ അധ്വ എന്ന് പറയുന്ന ഏറ്റവും ശുദ്ധമായ തത്വങ്ങളുടെ മുകളിലാണ്, അതായത് ഏറ്റവും ആദ്യമുള്ളതാണ് ശിവതത്വം. ശിവതത്വത്തിനും മുകളിലുള്ളതാണ് മോക്ഷമാകുന്ന അനുത്തര പദം. അപ്പോ ആത്മതത്വം, വിദ്യാതത്വം, ശിവതത്വം എന്നുള്ള 3 രേഖകളായിട്ടുള്ളതാണ് ശിവപരമായിട്ടുള്ള മൂലത്രികോണം. ശ്രദ്ധിക്കണം, ശിവപരമായിട്ടുള്ള മൂലത്രികോണം അഥവാ ശ്രീചക്ര പ്രഥമ ത്രികോണത്തിന്റെ ശിവഭാവം. ഇനി ഈ പ്രഥമ ത്രികോണത്തിന്റെ ശക്തിഭാവം എന്താണെന്ന് നോക്കാം. ശബ്ദസൃഷ്ടി ശക്തി അംശം അഥവാ ശക്തി സ്വരൂപമാണ്, അല്ലെ? അപ്പോ മാതൃകാക്ഷരങ്ങളുടെ രൂപത്തിലുള്ള ശബ്ദപ്രപഞ്ച സ്വരൂപം ത്രികോണത്തിൽ വിന്യസിക്കുന്നതാണ് ശക്തിപരമായിട്ടുള്ള മൂലത്രികോണം. അകഥ ത്രികോണം എന്ന് പറയും. എന്താണ് അകഥ? ആ മുതൽ അഹ് വരെയുള്ള 16 സ്വരങ്ങൾ, അത് ഒരു രേഖ. പിന്നെ കാ മുതൽ താ വരെയുള്ള 16 വ്യഞ്ജനാക്ഷരങ്ങൾ, അത് 2ാമത്തെ രേഖ. പിന്നെ ഥ മുതൽ സ വരെയുള്ള 16 അക്ഷരങ്ങൾ, 3ാമത്തെ രേഖ. അ ഇ ഈ ഉ ഊ ഋ ഋ ള ള എ ഐ ഓ ഔ അം അഹ ഈ 16 സ്വരങ്ങളാണ് ഒരു രേഖ. പിന്നെ ക ഖ ഗ ഘ ങ ച ഛ ജ ഝ ഞ ത ഠ ഡ ഢ ണ ത വരെയുള്ള 16 വ്യഞ്ജനാക്ഷരങ്ങളാണ് 2ാമത്തെ രേഖ. പിന്നെ ഥ ദ ധ ന പ ഫ ബ ഭ മ യ ര ല വ ശ ഷ സ വരെയുള്ള 16 അക്ഷരങ്ങൾ, 3ാമത്തെ രേഖ. അപ്പൊ 16, 16, 16 അങ്ങനെ ആകെ 48. 51 അക്ഷരങ്ങളിൽ അവസാനത്തെ ഹ ള ക്ഷ ഈ 3 ഇവിടെ കൂട്ടിയിട്ടില്ല. ഹകാരം 16ാമത്തെ വിസർഗത്തിൽ ധ്വനിക്കുന്ന ശബ്ദമാണ്. ലകാരം ദ്രാവിഡ മധ്യമമാണ്. അപ്പോൾ ലകാരത്തിനും ലകാരത്തിനും ഭേദമില്ല. അതുകൊണ്ട് ല എന്ന അക്ഷരം 3ാമത്തെ രേഖയിൽ വ്യഞ്ജനങ്ങളുടെ കൂട്ടത്തിൽ വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് ള എടുത്തിട്ടില്ല. പിന്നെ ക്ഷ എന്ന് പറയുന്നത് ക ഷ എന്ന 2 അക്ഷരങ്ങൾ ചേർന്ന കൂട്ടക്ഷരമാണ്. അതുകൊണ്ടാണ് ഈ 3 അക്ഷരങ്ങളും ഒഴിവാക്കിയത് കൊണ്ട് ആകെ 48 അക്ഷരങ്ങളാവുന്നത്. ആ ക ഥ ത്രികോണത്തിൽ ഇങ്ങനെയാണ് 48 അക്ഷരങ്ങളുടെ കണക്ക് വരുന്നത്. അപ്പോൾ അകഥ ത്രികോണമാണ് ശബ്ദസൃഷ്ടിപരമായുള്ള ത്രികോണം. അപ്പോൾ അങ്ങനെ 2 രീതിയിലുള്ള ത്രികോണ രൂപമായി സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളാകുന്ന ഭേദത്തോടും ശബ്ദസൃഷ്ടി അർത്ഥസൃഷ്ടി എന്ന പരസ്പരം നിത്യബന്ധത്തോടും കൂടി ഇരിക്കുന്നു. പരസ്പരം നിത്യയുതൗ എന്നതാണ് ഈ ശ്ലോകത്തിന്റെ സാരം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത 13ാമത്തെ ശ്ലോകം നോക്കാം. 13ാമത്തെ ശ്ലോകം. മാതാമാനം മേയം ബിന്ദുത്വമേവാത്മനി
त्रय भिन्न बीजरूपाणि धामत्रय पीठत्रय शक्तित्रय भेदभावितान्यपि च. ധാമത്രയ പീഠത്രയ ശക്തിത്രയ ഭേദഭാവിതാനി അപി ച. മുമ്മൂന്നായിട്ടുള്ള ഈ വികസനം ഇനിയും വിവരിക്കുകയാണ് ഈ 13-ാമത്തെ ശ്ലോകത്തിലും അടുത്ത 14-ാമത്തെ ശ്ലോകത്തിലും. മാതാ മാനം മേയം, പ്രമാത പ്രമാണം പ്രമേയം എന്നീ ത്രിപുടിയായും, മാതാ അഥവാ പ്രമാത എന്ന് പറഞ്ഞാൽ അറിയുന്നവൻ, സബ്ജക്റ്റ്. പ്രാപഞ്ചിക ദശയിൽ ജീവാത്മാവാണ് അറിയുന്ന സബ്ജക്റ്റ്. ജീവാത്മസ്വരൂപൻ ശിവമായതുകൊണ്ട് ശ്രീ പരമേശ്വരനാണ് സൂക്ഷ്മാർത്ഥത്തിൽ അറിയുന്നവൻ. മേയം അഥവാ പ്രമേയം എന്ന് വെച്ചാൽ അറിയപ്പെടുന്നത്, അറിയപ്പെടേണ്ടത് എന്നാണ് ശരിക്കും അർത്ഥം. അതായത് ഓബ്ജക്റ്റ്. പ്രപഞ്ച വസ്തുക്കളായി വികസിക്കുന്ന ചിത് ശക്തിയാണ് മേയം, അറിയപ്പെടുന്ന ഓബ്ജക്റ്റ്. പ്രാപഞ്ചിക ജ്ഞാനമാണ് മാനം അഥവാ പ്രമാണം എന്ന് പറയുന്ന അറിവ്, നോളജ്. മാതാമേയം മാനം എന്ന അറിയുന്നവൻ, അറിയപ്പെടുന്നത്, അറിവ് എന്നതാണ് ത്രിപുടി. ത്രയാണാം പുടാനാം പദാർത്ഥാനാം ജ്ഞാതൃജ്ഞാനജ്ഞേയരൂപാണാം സമാഹാരഃ. ആ ത്രിപുടിയായും പിന്നെ ബിന്ദുത്രയ ഭിന്ന, ഭിന്നമായ രക്തശുക്ല മിശ്ര ബിന്ദുക്കൾ എന്ന ബിന്ദുത്രയമായും. മഹാബിന്ദുവിന്റെ പൂർവാവസ്ഥയെ എന്തിനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? അതായത് കാമകലയിലെ രക്തശുക്ല മിശ്ര ബിന്ദുക്കളെ ത്രിപുടിയുടെ പരാമർശത്തിന് വേണ്ടി. കാരണം ഈ ബിന്ദുത്രയവും, ആ ഒറിജിനലായിട്ടുള്ള ആ ബിന്ദുത്രയവും ത്രിപുടിയെ കുറിക്കുന്നത് തന്നെയാണ്. പാരമാർത്ഥിക ദശയില് സ്വസ്വരൂപ അവലോകനം സിദ്ധിച്ച അവഗന്താവാണ്, അറിയുന്നവനാണ് ശ്രീ പരമേശ്വരൻ, സബ്ജക്റ്റ്. അതാണ് ശ്വേതബിന്ദു, വെളുത്ത ബിന്ദു എന്ന് പറയുന്ന ശിവബിന്ദു. ആത്മപ്രതിഫലനം ചെയ്യുന്ന കണ്ണാടി പോലെയുള്ള പരാശക്തിയാണ് അറിയപ്പെടുന്ന വസ്തു, ഓബ്ജക്റ്റ്. അതാണ് ശക്തിബിന്ദു അഥവാ രക്തബിന്ദു. ശിവത്തിന്റെ സ്വസ്വരൂപ ജ്ഞാനം ആണ് അറിവ്. അതാണ് മാനം, ആക്ട് ഓഫ് നോയിങ്, നോളജ്. അത് തന്നെയാണ് മിശ്രബിന്ദു അഥവാ മഹാബിന്ദു. ഇതൊക്കെ നമ്മൾ നേരത്തെ തന്നെ മനസ്സിലാക്കിയ വിഷയമാണ്. പക്ഷേ ഈ ത്രിപുടീഭാവം വരുന്നത് പ്രാപഞ്ചിക ദശയിൽ നിന്ന്, പ്രാപഞ്ചിക തലത്തിന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോഴാണ്. ഇപ്പോൾ സൃഷ്ടി വ്യാവഹാരിക ദശയിലേക്ക് എത്തിക്കഴിയുമ്പോൾ ആ തുടക്കത്തിലുള്ള 3 ബിന്ദുക്കളും ശരിക്കു പറഞ്ഞാൽ ത്രിപുടീ രൂപത്തിൽ തന്നെയാണ് നമുക്ക് കാണേണ്ടത്. പ്രപഞ്ച സൃഷ്ടിക്ക് ശേഷം വ്യാവഹാരിക തലത്തിൽ ഈ ബിന്ദുത്രയത്തിന്റെ ത്രിപുടീ രൂപത്തിലുള്ള ആവിർഭാവം എത്രമാത്രം പ്രാധാന്യമർഹിക്കുന്നതാണ് എന്നത് ശ്രീചക്ര ആവരണങ്ങളുടെ, ശ്രീചക്ര നവാവരണ ചക്രേശ്വരികളുടെ വിവരണത്തിൽ നമ്മൾ പിന്നീട് മനസ്സിലാക്കുന്നതായിരിക്കും. 37-ാം ശ്ലോകം തൊട്ടുള്ള വിവരണങ്ങളിൽ നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്ന 13-ാം ശ്ലോകം തന്നെ തുടരാം. മാതാമാനം മേയം ബിന്ദുത്രയ ഭിന്ന ബീജരൂപാണി. ബീജരൂപാണി, വാഗ്ഭവ കാമരാജ ശക്തി ബീജങ്ങൾ എന്നിങ്ങനെ 3 ബീജങ്ങളായും, ഇവിടെ ബീജം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മന്ത്രബീജങ്ങളാണ്. അപി ച, മാത്രവുമല്ല, ധാമത്രയ, സൂര്യചന്ദ്രാഗ്നി മണ്ഡലങ്ങളായിട്ടും, സൂര്യമണ്ഡലം, ചന്ദ്രമണ്ഡലം, അഗ്നിമണ്ഡലം എന്നീ 3 ധാമങ്ങളായിട്ടും, ഈ 3ഉം ത്രിപുടിയെ പ്രതിനിധീകരിക്കുന്നവയാണ്. അത് നമ്മൾ ഇതിനു മുമ്പ് 7-ാമത്തെ ശ്ലോക വിവരണത്തിൽ മനസ്സിലാക്കിയതാണ്. സൂര്യ പ്രമാണമിത്യാഹു സോമഹമേയം പ്രചക്ഷതേ യോയം വഹ്നിപരം തത്വം പ്രമാദു ഇതമേവ തത്ത്. സൂര്യൻ പ്രമാണം, നോളജ്. ചന്ദ്രൻ പ്രമേയം, ഓബ്ജക്റ്റ്. അഗ്നി പ്രമാതാവാണ്, സബ്ജക്റ്റ്. പിന്നെ പീഠത്രയ, കാമഗിരി, പൂർണ്ണഗിരി, ജാലന്ധരം എന്ന 3 പീഠങ്ങളായിട്ടും. ഈ പീഠത്രയത്തിന് വാമകേശ്വര തന്ത്ര വ്യാഖ്യാനത്തിൽ ശ്രീ രാജാനക ജയരഥാചാര്യർ പറഞ്ഞിരിക്കുന്നത് ദേശത്തിന്റെ, അതായത് സ്പേസ് എന്ന് പറയുന്നതിൻ്റെ, എന്ന് വെച്ചാൽ അർത്ഥസൃഷ്ടിയുടെ പരം, സൂക്ഷ്മം, സ്ഥൂലം എന്നുള്ള 3 നിരകളായിട്ടുള്ള കലാധ്വ, തത്വാധ്വ, ഭുവനാധ്വ എന്ന 3-നെയാണ്. പിന്നെ ശക്തിത്രയ, ഇച്ഛാജ്ഞാന ക്രിയാശക്തികളായിട്ടും ഭേദഭാവിതാനി, ഇപ്രകാരം പല വിധങ്ങളായി ഭാവിക്കപ്പെടുന്നവയായി വർത്തിക്കുന്നു. കാമകലാസ്വരൂപമായ മഹാബിന്ദുവിൻ്റെ ത്രികോണമായുള്ള വികസനം
ശ്രീചക്ര പ്രഥമ ത്രികോണമായിട്ടുള്ള വികസനം ആണ് ഇവിടെ മൂന്നായിട്ടുള്ള വിഭജനങ്ങൾ ഉണ്ടാവുന്നതിൻ്റെ വിവരണമായി കൊടുത്തിരിക്കുന്നത്. ത്രികോണത്തിൻ്റെ 3 രേഖകളും പ്രതിനിധീകരിക്കുന്ന 3 ഘടകങ്ങളായി വികസിക്കുന്നവ എന്ന അർത്ഥത്തിൽ ഈ 3ആയിട്ടുള്ള വികസനം ത്രിബിന്ദുക്കളുടെ വ്യാപനമാണ് പ്രപഞ്ചദശയിൽ വ്യാവഹാരിക സത്തയായി കോസ്മിക് ഡയമെൻഷനായി എത്തി നിൽക്കുന്ന ചിത് ശക്തിയുടെ മൗലികമായ ഒരു ലക്ഷണമായി, പ്രധാനമായ ഒരു അടയാളമായി ത്രിപുര എന്ന പേര് സിദ്ധിക്കുന്നതിന് തന്നെ കാരണമാവുന്നത്. പുരാഭൂതത്വാത് ഇതി പൂരഃ, സർവത്ര വ്യാപിച്ചിരിക്കുന്നത് കൊണ്ട് പൂരകം. ത്രികാത്മകസ്യ പൂരകത്വാത് ത്രിപുര, ആ പൂരകം 3 നിറഞ്ഞിരിക്കുന്നതാണ് ത്രിപുര. വളരെ വിശേഷമായ പ്രത്യേകതയുള്ള ഒരു സങ്കല്പമാണ് ശ്രീക്രമ ത്രിപുരാക്രമ ശാക്തതന്ത്രങ്ങളിലെ ത്രിപുര സങ്കല്പം. ത്രിത്വപ്രധാനയാണ് ചിത്ശക്തിയായ ദേവി. യദ്വാ ത്രിഭ്യോ വേദ്യവിത്തി വേദിതൃഭ്യഃ സ്ഥൂലസൂക്ഷ്മ പരേഭ്യഃ പശ്യന്ത്യാദിവാഗ്ഭ്യോ ജാഗ്രതാദിഭ്യോ ദശാഭ്യഃ സൂര്യാദി പ്രകാശ ലോക പ്രാണസ്ഥാന ഗുണനാടീയാൻ വിഭാഗരഹസ്യ ആഖ്യേഭ്യം ച പുരാഭൂതത്വാത് ത്രിപുരേത്യുച്യതേ. അതായത് അറിയുന്നവൻ, അറിയപ്പെടുന്നത്, അറിവ് എന്നീ ത്രിപുടി, സ്ഥൂലം സൂക്ഷ്മം പരം എന്നുള്ള വിഭാഗങ്ങൾ, പശ്യന്തി മധ്യമ വൈഖരി എന്നീ വാക്കുകൾ, ജാഗ്രത് സ്വപ്ന സുഷുപ്തി എന്നീ അവസ്ഥകൾ എന്നു തുടങ്ങി 3 സൃഷ്ടിച്ചതിൻ്റെ രഹസ്യം സൃഷ്ടിക്കു മുൻപേ വിധാനം ചെയ്തവളും അറിയുന്നവളും ആയതുകൊണ്ട് ത്രിപുര. അതായത് 3 ഈ വ്യവസ്ഥകളെയൊക്കെ പ്രാപഞ്ചിക ദശയിൽ നടപ്പിലാക്കാനായി സജ്ജീകരിച്ചവൾ ആയതുകൊണ്ടാണ് ചിത്ശക്തിക്ക് ത്രിപുര എന്ന സുപ്രധാനമായ നാമം സിദ്ധിച്ചത് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ ലഘുസ്തവത്തിലെ ഒരു ശ്ലോകം വിവരിക്കുന്നത് വഴി നമുക്ക് ത്രിപുരാപദത്തിൻ്റെ വിവക്ഷ പൂർണ്ണമായി അറിയാൻ സാധിക്കും. കാരണം ത്രിപുര എന്ന പദത്തിൻ്റെ പ്രയോഗമാണ് ഇനി അങ്ങോട്ട് ശ്രീ കാമകലാവിലാസത്തിൽ കൂടുതൽ നമ്മൾ കാണാനിരിക്കുന്നത്. അതുകൊണ്ട് ആ നാമത്തിൻ്റെ പൂർണ്ണമായ അർത്ഥം മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. ദേവാനാം ത്രിദയം ത്രയീഹുതഭുജാം ശക്തിത്രയം ത്രിസ്വരാസ്ത്രൈലോക്യം ത്രിപദി ത്രിപുഷ്കരമധോ ത്രിബ്രഹ്മ വർണ്ണാസ്ത്രയഃ യത്കിഞ്ചിത് ജഗതി ത്രിധാ നിയമിതം വസ്തു ത്രിവർഗാത്മകം തത്സർവം ത്രിപുരേതി നാമ ഭഗവത്യന്വേതി തേ തത്വതഃ. ഭഗവതി, അല്ലയോ ഐശ്വര്യശാലിനിയായ ദേവി. ഭഗം എന്ന് പറയുന്നത് ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, ജ്ഞാനം, വൈരാഗ്യം, ഈ 6 ഗുണങ്ങളാണ്. ഷാഡ്ഗുണ്യ പരിപൂർണയായ ഹേ ദേവി, ദേവാനാം ത്രിദയം, സൃഷ്ടിസ്ഥിതി സംഹാരകർത്താക്കളായ ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ എന്നീ 3 മൂർത്തികളും. വാമകേശ്വരതന്ത്രത്തിലെ പ്രസിദ്ധമായ ഒരു ശ്ലോകമാണ് ത്രിപുര ത്രിവിധാദേവി ബ്രഹ്മവിഷ്ണീശരൂപിണി ത്രൈലോക്യം സംസൃജത്യേവ ത്രിപുര പരികീർത്തിത. അതായത് ത്രിമൂർത്തികളുടെ രൂപത്തിൽ 3 വിധേന 3 ലോകങ്ങളുടെയും സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെ നിർവഹിക്കുന്നത് കൊണ്ട് ത്രിപുരാദേവി എന്ന് പ്രകീർത്തിക്കപ്പെടുന്നു എന്ന് അർത്ഥം. പിന്നെ ത്രയീ, ഋഗ്വേദം, യജുർവേദം, സാമവേദം എന്നീ 3 വേദങ്ങളും, ഹുതഭുജാം ത്രയം, ആവഹനീയം, ഗാർഹപത്യം, ദക്ഷിണാഗ്നി എന്നീ 3 തരം യാഗാഗ്നികളും, അഥവാ യാഗകുണ്ഡത്തിലുള്ളത്, ഗൃഹത്തിലുള്ളത്, ശ്മശാനത്തിലുള്ളത് എന്നീ 3 തരം അഗ്നികളും. അഗ്നിയുടെ പ്രവൃത്തി 3 തരത്തിലാണ്. സത്വഗുണപ്രധാനമായ അഗ്നി യാഗകുണ്ഡത്തിലും, രജോ ഗുണപ്രധാനമായ അഗ്നി ഗൃഹങ്ങളിൽ അടുക്കളയിലും, തമോ ഗുണപ്രധാനമായ അഗ്നി ശ്മശാനത്തിലുമാണത്രേ. അഥവാ ഭൗമ, ജാഠര, വാടവ അഗ്നി എന്ന് വെച്ചാൽ 3 തരം അഗ്നിശക്തികളാണ്. ഭൂമിയിലുള്ള അഗ്നി, ജീവന്മാരുടെ ജഠരത്തിൽ, അതായത് വയറ്റിൽ ദഹനക്രിയ നടത്തുന്ന അഗ്നി, പിന്നെ സമുദ്രത്തിൻ്റെ ഏറ്റവും ആഴത്തിൽ ഉള്ളതായി പറയപ്പെടുന്ന അഗ്നി എന്നിങ്ങനെ 3 വിധേനയുള്ള ആഗ്നേയ ശക്തികളും, ശക്തിത്രയം, ഇച്ഛാജ്ഞാന ക്രിയാശക്തികളായ 3 ശക്തികളും, ത്രിസ്വരാഹ, ത്രിഖരാഹ എന്നും പാഠമുണ്ട്. അർത്ഥം ഒന്ന് തന്നെയാണ്. അതായത് 3 തരം വൈദിക സ്വരങ്ങളും, ഉച്ചസ്ഥായിയിലുള്ള ഉദാത്തം, കീഴ് സ്ഥായിയിലുള്ള അനുദാത്തം, മധ്യസ്ഥായിയിലുള്ള സ്വരിതം എന്നീ 3. പിന്നെ ത്രൈലോക്യം, ഭൂമി, സ്വർഗം, പാതാളം അഥവാ ഭുവഃ സ്വഃ എന്ന ഭൂമി, ആകാശം, സ്വർഗം എന്നീ 3 ലോകങ്ങളും. ത്രിപദി, സർവവേദസാരമായ ഗായത്രിയുടെ 3 പാദങ്ങളും.
ത്രിപുഷ്കരം, ഗംഗാ യമുന സരസ്വതി എന്നീ 3 പുണ്യതീർത്ഥങ്ങളും, അഥവാ ത്രയാണാം ദേവർഷി പിതൃണാം പുഷം കരോതി ഇതി ത്രിപുഷ്കരം, അതായത് ദേവന്മാർക്കും ഋഷികൾക്കും പിതൃക്കൾക്കും പുഷ്ടി നൽകുന്ന 3 തീർത്ഥങ്ങളും, ത്രിബ്രഹ്മ, ആത്മാ, അന്തരാത്മാ, പരമാത്മാ, അഥവാ വൈദിക അർത്ഥത്തില് ഓം തത് സത് എന്നും താന്ത്രിക അർത്ഥത്തില് നരൻ ശക്തി ശിവം എന്നും ഉള്ള 3 ബ്രഹ്മങ്ങളും, പിന്നെ വർണ്ണത്രയ, പ്രണവം ഉദ്ഭവിക്കുന്ന ആ ഉ മ എന്ന 3 വർണ്ണങ്ങളും, അല്ലെങ്കിൽ മാതൃകാക്ഷരങ്ങളിലെ സ്വരം, വ്യഞ്ജനം, പിന്നെ അനുസ്വാര വിസർഗങ്ങളാകുന്ന വ്യാപകം എന്നീ 3 വർണ്ണവർഗങ്ങളും, സ്വരം, വ്യഞ്ജനം, വ്യാപകം എന്നീ 3, ഇങ്ങനെയൊക്കെ യത് കിഞ്ചിത് ജഗതി ത്രിധാ നിയമിതം വസ്തു, ഇപ്രകാരം ഈ ലോകത്തിൽ 3ആയി പരിച്ഛേദം ചെയ്യപ്പെട്ടതായി ഏതെല്ലാം വസ്തുക്കളുണ്ടോ, ത്രിവർഗാത്മകം തത് സർവം ത്രിപുര ഇതി നാമ ഭഗവതി ഇതി അൻവതി തേ തത്വതഃ. തത്വതഃ വാസ്തവത്തില് ത്രിവർഗാത്മകം തത് സർവം, 3 വർഗങ്ങളായിട്ടുള്ള അവയെല്ലാം തന്നെ തേ ത്രിപുര ഇതി നാമ അൻവേതി, നിന്തിരുവടിയുടെ ത്രിപുര എന്ന നാമത്തെ അനുഗമിക്കുന്നു, ത്രിപുര എന്ന പേരിനെ അനുസരിച്ച് വർത്തിക്കുന്നു. ജഗത് സൃഷ്ടിക്ക് ശേഷം വ്യാവഹാരികമായ ഈ പ്രപഞ്ചത്തിന്റെ ദശയെ സ്ഥാപിച്ച് വ്യവസ്ഥപ്പെടുത്തുന്ന ചിദ്രൂപിണിയായ പരാശക്തിയുടെ ലീലയാണ് ത്രിപുര എന്ന നാമം സൂചിപ്പിക്കുന്നത്. അതായത് ത്രിത്വങ്ങളായിട്ടുള്ള സകലതിനെയും ക്രമീകരിച്ച് താൻ തന്നെ അവയുടെ ആധാരഭൂതമായും പ്രാണനായും സൂക്ഷ്മബോധമായും ഊർജമായും അന്തസ്സത്തയായും നിലകൊണ്ട് പ്രപഞ്ചാവസ്ഥയെ ചിട്ടപ്പെടുത്തുന്നവൾ എന്ന് അർത്ഥം. മഹനീയമായിട്ടുള്ള ഒരു അർത്ഥമാണ്. അതാണ് ഈ ത്രിപുര എന്ന നാമത്തിന്റെ സർവപ്രധാനമായിട്ടുള്ള ഒരു സവിശേഷത. ഇവിടെ ആചാര്യ ശ്രീ സോമതിലക സൂരിയുടെ ഒരു വ്യാഖ്യാനം ലഘുസ്തവത്തിനുണ്ട്. ജ്ഞാനദീപികാ വ്യാഖ്യാനം എന്നതാണ് അതിൻ്റെ പേര്. ഇതില് മന്ത്രോപാസനാപരമായി സാമ്പ്രദായികമായിട്ടുള്ള വേറെ ചില വിശേഷാർത്ഥങ്ങൾ കൂടി ലഘുസ്തവത്തിലെ ഈ ശ്ലോകത്തിന് അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. ശ്രീവിദ്യോപാസകർക്ക് വളരെ വിശേഷമായിട്ടുള്ള അർത്ഥവിവക്ഷയുള്ളതാണ് ഈ വ്യാഖ്യാനം. അത് മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. അതിൻ്റെ സംസ്കൃത മൂലം വീഡിയോയിൽ കാണാം. അർത്ഥം മാത്രം ഞാൻ പറയാം. അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്. അതായത് ദേവാനാം എന്ന പദത്തിന് ഗുരു, പരമഗുരു, പരമേഷ്ടി ഗുരു എന്ന ഗുരുത്രയം എന്നും, ഹുതഭുജാം ത്രയീ എന്നതിന് ഹൃദയം, പുരികമധ്യം, ശിരസ് എന്നീ സ്ഥാനങ്ങളിലുള്ള 3 ജ്യോതികൾ എന്നും, അതായത് ഹൃദയത്തിൽ സൂര്യപ്രകാശം, ഭ്രൂമധ്യത്തിലെ ഇന്ദ്രധനുസിന്റെ അതായത് മഴവില്ലിന്റെ വർണ്ണവൈവിധ്യം, ശിരസിൽ ചന്ദ്രന്റെ വെളുത്ത പാലൊളി എന്ന് ത്രക്ഷരീ ബീജങ്ങളുടെ വർണ്ണങ്ങളായി പറഞ്ഞിട്ടുള്ള 3 പ്രകാശങ്ങളായും, ശക്തിത്രയം എന്നതിന് ബ്രാഹ്മി, വൈഷ്ണവി, മാഹേശ്വരി എന്നും, ത്രിസ്വര എന്നത് അകാരം, ഇകാരം, ബിന്ദു എന്നീ 3 എന്നും, ത്രൈലോക്യം എന്നതിന് യഥാക്രമം മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം എന്ന് ഒരു ലോകം, അനാഹതം, നിരോധകം, വിശുദ്ധി എന്ന് 2ാമത്തേത്, ആജ്ഞ, ശീർഷം, ബ്രഹ്മസ്ഥാനം എന്ന് 3ാമത്തേത് എന്നിങ്ങനെയുള്ള ത്രയമായിട്ടും, പിന്നെ ത്രിപതി എന്നത് ജാലന്ധരം, കാമരൂപം, ഓഡ്യാണം എന്നീ 3 പീഠങ്ങളാണ് എന്നും, അഥവാ ഗഗനാനന്ദൻ, പരമാനന്ദൻ, കമലാനന്ദൻ എന്നീ നാഥത്രയങ്ങളാണ് എന്നും, ത്രിപുഷ്കരം എന്നത് ശിരസ്, ഹൃദയം, നാഭികമലങ്ങൾ എന്നും, ത്രിബ്രഹ്മ എന്നത് അതീതം, കഴിഞ്ഞുപോയ കാലം, അനാഗതം, ഇനിയും വന്നിട്ടില്ലാത്ത ഭാവി, വർത്തമാനം എന്നിവയുടെ ജ്ഞാനം പ്രകാശിപ്പിക്കുന്ന ഹൃദയത്തിലെ ദഹരാകാശം, പിന്നെ ദ്വാദശാന്തം, അതിനും മുകളിലുള്ള ബ്രഹ്മരന്ധ്രം എന്നിവയാണ് എന്നും, ത്രയോവർണ്ണങ്ങൾ എന്നത് വാഗ്ഭവം, കാമരാജം, ശക്തി എന്നീ ബീജത്രയങ്ങൾ എന്നും, ഇപ്രകാരം ധർമ്മ, അർത്ഥ, കാമരൂപങ്ങളായും അനങ്ങുന്നവയും അനങ്ങാത്തവയും തിരിച്ചറിയുന്നവയും തിരിച്ചറിയാനാവാത്തവയും സ്ഥൂലമായവയും സൂക്ഷ്മമായവയും ഘനം കുറഞ്ഞവയും ഘനം കൂടിയവയും കഠിനമായവയും മൃദുലമായവയും നീചങ്ങളായവയും ഉത്തമങ്ങളായവയും ത്രികോണം, ചതുരം എന്നിങ്ങനെയും അനേക ഭേദങ്ങളോടുകൂടിയ വിവിധ വസ്തുക്കളും ഈ ലോകത്തിൽ 3 പ്രകാരങ്ങളായി വിന്യസിക്കപ്പെട്ടിരിക്കുന്ന സകലവും പരമാർത്ഥത്തില് ചിത്ശക്തിയുടെ ത്രിപുര എന്ന സംജ്ഞയെ അനുകരിച്ച് വർത്തിക്കുന്നവയാണ്. ഇവയെല്ലാം തന്നെ
ത്രിപുര എന്ന നാമത്തിൻ്റെ വിവക്ഷിതാർത്ഥങ്ങളാണ്. ഇങ്ങനെയുള്ള വിശേഷാർത്ഥങ്ങൾ കൂടി ആചാര്യ ശ്രീ സോമതിലക സൂരി കൊടുത്തിട്ടുണ്ട്. എന്നാൽ നിത്യാഷോഡശികാർണവത്തിലെ 4-ാം പടലത്തിലെ 4-ാം ശ്ലോകത്തിൻ്റെ അർത്ഥരത്നാവലി വ്യാഖ്യാനത്തിൽ ശ്രീ വിദ്യാനന്ദനാഥർ പറയുന്നത് ത്രിപുര എന്ന പദം ചിത്ശക്തിയുടെ ആവിർഭാവത്തിനും, അതായത് 3 ബിന്ദുക്കളും 3ആയിട്ടുള്ള മറ്റ് സകല തത്വങ്ങളും ഉണ്ടാകുന്നതിന് മുൻപേ തന്നെ ഉള്ളവൾ എന്ന അർത്ഥത്തിലാണ് എന്നാണ്. ത്രിഭ്യഃ പരാ ത്രിപുര ത്രിബിന്ദു ത്രിതത്വേഭ്യഃ പുരാ പൂർവസ്ഥിതേതി ഭാവഃ ത്രിവൃത്കരണാത് പ്രാഗിയം കേവലം ആകാശാകാര പരമകാമ്യരൂപാത് യത് കാമാന്തരസ്ഥിതേതി ഭാവഃ. മുമ്മൂന്നായി വിരിയുന്നതിന് തുടക്കം കുറിക്കുന്ന പ്രപഞ്ചദശ രൂപം കൊള്ളുന്നതിനു മുൻപേ തന്നെ സൃഷ്ടിയുടെ ഇച്ഛയായി പരശിവത്തിനുണ്ടാകുന്ന കാമത്തിൻ്റെ ഉള്ളിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ശിവാഭിന്ന പരാശക്തിയെയാണ് ത്രിപുരാപദം സൂചിപ്പിക്കുന്നത് എന്നർത്ഥം. അതായത് സംവിദ്രൂപ ശക്തിയായി ജഗത് സൃഷ്ടിക്ക് വേണ്ടി ഇച്ഛാജ്ഞാനം ക്രിയ എന്നീ ത്രിശക്തികളെയും 3 ശക്തികളെയും ഉൾക്കൊണ്ട് ആദ്യ സ്പന്ദമായി രൂപം കൊള്ളുന്ന ചിത് ശക്തി എന്ന അർത്ഥത്തിൽ. ഇവിടെ ത്രിപുരം എന്നത് ഇച്ഛ, ജ്ഞാനം, ക്രിയ എന്നീ 3 ആദിശക്തികൾ തന്നെയാണ് എന്നർത്ഥം. അടുത്ത 14-ാമത്തെ ശ്ലോകത്തിലും ഈ ത്രിതയങ്ങളുടെ വിവരണം തുടരുകയാണ്. അത് അടുത്ത ഭാഗത്തിൽ നോക്കാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.